പ്രിയങ്കരായ അധ്യക്ഷൻ, അസോസിയേഷൻ്റെ പ്രസിഡന്റ് കൂടിയായ എൻ്റെ പ്രിയങ്കരായ സ്നേഹിതൻ അഡ്വക്കേറ്റ് വിൻസെൻ്റ് MLA, ഈ സംഘടനയുടെ മുൻ പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായ പ്രിയങ്കരനായ CK ബാബു MLA, TJ വിനോദ് MLA, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ C മുഹമ്മദ് ഷിയാസ്, C അബ്ദുൽ മുത്തലീബ്, C ജെയ്സൺ ജോസഫ്, പ്രിയപ്പെട്ട C വിജു ചൂളക്കൽ, സംഘടനയുടെ ജനറൽ സെക്രട്ടറി CS വിനോദ് ഉൾപ്പെടെയുള്ള ഭാരവാഹികളെ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഫിനാൻഷ്യൽ എൻ്റർപ്രൈസസ് എംപ്ലോയീസ് അസോസിയേഷൻ്റെ സംസ്ഥാന സമ്മേളനത്തിനായി കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്നായി എറണാകുളത്തെത്തിയ നിങ്ങളെ എല്ലാവരെയും ഞാൻ ആദ്യമായി അഭിവാദ്യം ചെയ്യുക. ഈ സംസ്ഥാന സമ്മേളനത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുക. ഞാൻ ആര്യാടൻ സാറ് പ്രസിഡൻ്റായിരുന്നപ്പോൾ, അതിന് മുമ്പ് ഉമ്മൻചാണ്ടി ആയിരുന്നു. ആര്യാടൻ സാറ് പ്രസിഡൻ്റായിരുന്ന മുതൽ ബാബുചേട്ടൻ പ്രസിഡൻ്റായിരുന്നപ്പോഴും ഒക്കെ പല പ്രാവശ്യം കേരള സംസ്ഥാന ഭാരവാഹികളെല്ലാം ഇവിടെയുണ്ട്. പല പ്രാവശ്യം ഈ സംഘടനയുടെ സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. നമ്മുടെ KSFയിലെ ഏറ്റവും പോരാട്ട വീര്യമുള്ള സംഘടനയാണ് നമ്മുടെ എംപ്ലോയീസ് അസോസിയേഷൻ എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അവസാനം ട്രാൻസ്ഫർ നോംസിന് വേണ്ടി നടത്തിയ പോരാട്ടം. നിങ്ങളെല്ലാവരും ഒരുപാട് പ്രതിസന്ധിയിലും ഈ സംഘടനയുടെ കൂടെ നിന്നു എന്നുള്ളതാണ് പ്രത്യേകം അഭിനന്ദനീയമായ കാര്യം. കാരണം ഒരുപാട് പേരെ തോന്നിയതുപോലെ കഴിഞ്ഞ 9 വർഷക്കാലമായി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ, അങ്ങനെ ട്രാൻസ്ഫർ കൊണ്ട് നിങ്ങൾക്ക് തോൽപ്പിക്കാൻ പറ്റുന്ന സംഘടനയല്ല എംപ്ലോയീസ് അസോസിയേഷൻ എന്നാണ് നിങ്ങളെല്ലാം തെളിയിച്ചത്. മാത്രമല്ല, ട്രാൻസ്ഫർ നോംസ് നടപ്പാക്കുന്നതിന് വേണ്ടി കോടതിയിൽ പോവുകയും നിയമപരമായ പോരാട്ടം നടത്തുകയും സംഘടനാപരമായ പോരാട്ടം നടത്തുകയും ചെയ്ത് ഗവൺമെന്റിനെ കൊണ്ട് ട്രാൻസ്ഫർ നോംസ് ഇറക്കിക്കാൻ നിർബന്ധിതമാക്കാൻ ചെയ്യാനും കഴിഞ്ഞ ഒരു സംഘടനയാണ്. പല സ്ഥലത്തും നമുക്കത് കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഞാൻ സംഘടനയെ, ഭാരവാഹികളെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. നല്ല പോരാട്ട വീര്യത്തോടു കൂടി വിട്ടുവീഴ്ചയില്ലാതെ അത് നടത്തിയെടുക്കുകയുള്ളൂ എന്നുള്ള വാശിയോടുകൂടി നടത്തിയ നിങ്ങളുടെ ഇടപെടലും നിങ്ങളുടെ നിയമപരമായ പോരാട്ടവും അതാണ് സർക്കാർ നിർബന്ധിതമായി അവസാനം ഈ ട്രാൻസ്ഫർ നോംസ് ഉണ്ടാക്കുന്നതിന് വേണ്ടി നിർബന്ധിതമായി. പക്ഷെ ആ കാലഘട്ടത്തിലും തോന്നിയതുപോലെ ഈ ട്രാൻസ്ഫർ നടക്കുന്ന കാലഘട്ടത്തിലും ഈ സംഘടനയോടൊപ്പം നിലനിന്നു എന്നുള്ളതാണ് നിങ്ങളുടെ എല്ലാവരുടെയും ഏറ്റവും വലിയ പ്രസക്തി. ആരും സംഘടന വിട്ടു പോയില്ല, അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ പോയില്ല. പക്ഷേ ഈ പല സ്ഥലങ്ങളിലും ചെയ്ത അനീതിയാണ്, ട്രാൻസ്ഫറിൻ്റെ പേരിൽ ചെയ്തത് ക്രൂരമായ അനീതിയാണ്. മാത്രമല്ല, അതിലൊരു ഭയപ്പെടുത്തലിൻ്റെ അംശമുണ്ട്. എല്ലാ ഏകാധിപതികളായ ഭരണാധികാരികളും ഭരണകൂടങ്ങളും മറ്റുള്ളവരെ ഭയപ്പെടുത്താൻ നോക്കും. ഇവിടെ പല രീതിയിലാണ് അത് ഭയപ്പെടുത്തുന്നത്. ഇവിടെ ഭയപ്പെടുത്താൻ നോക്കിയത് അവർ നടത്തുന്ന വൃത്തികേടുകൾ, അവരുടെ സംഘടനയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ നടത്തുന്ന കുഴപ്പങ്ങൾ മുഴുവൻ ചോദ്യം ചെയ്യാതിരിക്കാൻ, അത് പുറത്തു വരാതിരിക്കാൻ, അങ്ങനെ ചോദ്യം ചെയ്താൽ പുറത്തു വന്നാൽ ട്രാൻസ്ഫർ ഉണ്ടാകുമെന്നുള്ള ഭീഷണി തലയ്ക്ക് മീതെ ഡെമോക്രസിന്റെ വാള് പോലെ നിർത്തിക്കൊണ്ടുള്ള ഒരു ഭയപ്പെടുത്തൽ ഭരണമായിരുന്നു നടത്തിയത്. ട്രാൻസ്ഫർ നോംസ് ഉണ്ടായതോടുകൂടി അത് നമുക്ക് അവസാനിപ്പിക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയിലാണ് നമുക്കുള്ളത്. രണ്ടാമത്തെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് 2022 ഉത്തരവാണ്, അല്ലേ? പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഏകീകൃത ശമ്പള ഘടന കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള സർക്കാരിൻ്റെ 2022 ഉത്തരവിൽ KSF കൂടി കൊണ്ടുവന്നു. അപ്പോൾ ഞാനൊന്ന് വിനോദമൊക്കെ വന്ന് സംസാരിച്ചപ്പോൾ, വിനോദെല്ലാം വന്ന് സംസാരിച്ചപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടുപോയി. കാരണം ഒരു ധനകാര്യ സ്ഥാപനത്തിൽ നിലവിലുള്ള ശമ്പള ഘടനയെ മുഴുവൻ പരിഷ്കരിച്ച് അതിന് താഴേക്ക് കൊണ്ടുവരാൻ, ആ സ്കെയില് മുഴുവൻ താഴേക്ക് വരും ഏകീകൃത ശമ്പള ഘടന കൊണ്ടുവന്നാൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ. ഇതൊരു ധനകാര്യ സ്ഥാപനമാണ്, അല്ലേ? ഇല്ലെങ്കിൽ പിന്നെ ബാങ്കുകളൊക്കെ അറിയപ്പെടുന്നുണ്ട്. ബാങ്കുകളെല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്, ബാങ്കുകളൊന്നും വരുന്നില്ല. KSF മാത്രം പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഏകീകൃത ശമ്പള ഘടനയുടെ കീഴിൽ കൊണ്ടുവരിക എന്നുള്ളത് അനീതിയാണ്. അതിനെതിരായി അസോസിയേഷൻ പോരാട്ടം നടത്തുമ്പോൾ സർക്കാർ വിലാസ സംഘടനകൾ അതിനെ ന്യായീകരിച്ചുകൊണ്ടുള്ള നിലപാടാണ് എടുത്തത്. അപ്പോഴും ഈ ജീവനക്കാരുടെ KSFയിലെ മുഴുവൻ ജീവനക്കാരുടെയും താല്പര്യങ്ങൾ അതെങ്ങാൻ സംഭവിച്ചിരുന്നു എങ്കിൽ
നിങ്ങൾക്ക് ഇതുവരെ കിട്ടിക്കൊണ്ടിരുന്ന ഒരുപാട് ആനുകൂല്യങ്ങൾ, നിങ്ങളുടെ ശമ്പളം, നിങ്ങളുടെ ബേസിക് അടക്കമുള്ള കാര്യങ്ങളിൽ വലിയ മാറ്റം വരുമായിരുന്നു. കേരളത്തിൽ ഒരു ജീവനക്കാരും അനുഭവിക്കാത്ത തരത്തിലുള്ള ഒരു ദുരിതം പൂർണ്ണമായ ഒരവസ്ഥ KSFയിലെ ജീവനക്കാർക്ക് ഉണ്ടാകുമായിരുന്നു. നമ്മുടെ സംഘടന നടത്തിയ വലിയ പോരാട്ടമാണ് യഥാർത്ഥത്തിൽ നമ്മളെ ഇതിൽ നിന്ന് മാറ്റിയെടുത്ത് നമ്മളെ ഇതിലേക്ക് താഴേക്ക് ഗവൺമെന്റിനെ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഉത്തരവിറക്കാൻ ഗവൺമെന്റിനെ പ്രേരിപ്പിച്ച ഏറ്റവും വലിയ ഘടകം. 2025 ഉത്തരവ് വന്നിരിക്കുന്ന ശമ്പള പരിഷ്കരണത്തിന്റെ ഉത്തരവ് 25 25 ഉത്തരവ് ഇറക്കാൻ, അതായത് 2022 ഉത്തരവ് അനുസരിച്ചിട്ടാണെങ്കിൽ ഈ ശമ്പള പരിഷ്കരണ ഉത്തരവ് ഇറക്കാൻ പറ്റില്ല. അപ്പൊ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഏകീകൃത ശമ്പള ഘടന എന്നുള്ള 2022 ഉത്തരവിൽ നിന്ന് KSFയെ മാറ്റാൻ സാധിച്ചത് ഈ സംഘടനയുടെ നേട്ടമാണ്. അതും അഭിനന്ദനീയമായൊരു കാര്യമാണ് സംഘടനയുടെ നേതൃത്വത്തിൽ നടത്തിയത് എന്ന് ഞാൻ പ്രത്യേകമായി പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നു. 2025 ഉത്തരവിൽ ഒരു അപാകതയുണ്ട്. അതിന് സാധാരണ ഗവൺമെന്റ് ഉത്തരവ് ഇറക്കാൻ പാടില്ല. അതായത് ലിമിറ്റാണ്, സീലിംഗ് ആണ്, 10,000 രൂപയിൽ കൂടാൻ പാടില്ല എന്ന്. എവിടത്തെയാണ്, ഏത് സ്ഥലത്തെ LTS ആണ് അങ്ങനെ സർക്കാർ ഉത്തരവിറക്കി സീലിംഗ് നിശ്ചയിക്കുന്നത്? അല്ലെ, നമ്മളാരും നമ്മുടെ അനുഭവത്തിൽ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിലും ഒരു സ്ഥലത്തും സർക്കാർ ഉത്തരവിറക്കി LTS എന്ന് പറഞ്ഞാൽ ചർച്ചയാണ്. അല്ലെ, ശമ്പള പരിഷ്കരണം എന്ന് പറയുന്നത് ചർച്ചയാണ്. LTS എന്ന് ഞങ്ങൾ പറയുന്നത്, ഞങ്ങൾ ഈ കമ്പനികളിൽ പോയി ചർച്ച നടത്തിയിട്ടാണ് LTS എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. ശമ്പള പരിഷ്കരണമാണ്. ശമ്പള പരിഷ്കരണം വിവിധ ഘടകങ്ങളെ നോക്കിയിട്ടാണ്. എന്തിനാണ് ശമ്പള പരിഷ്കരണം നടത്തുന്നത്? എന്തിനാണ് പേ കമ്മീഷൻ വയ്ക്കുന്നത്? എന്തിനാ? അത് ജീവിത ചെലവുകൾ വർദ്ധിക്കും. അല്ലേ, ഇൻഡെക്സ് ഉണ്ട്, നമ്മുടെ പ്രൈസ് ഇൻഡെക്സ് വർദ്ധിക്കും, ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് ഉണ്ട്. അതുപോലെ ഒരുപാട് സാധനങ്ങളുടെ വില, ജീവിത നിലവാരം ഒക്കെ നമ്മുടെ നിലനിർത്തിക്കൊണ്ടു പോകണമെങ്കിൽ ഈ വർധനമുണ്ടാവും സമൂഹത്തിൽ, നമ്മുടെ സാധനങ്ങളുടെ വിലയല്ല. അതനുസരിച്ചുള്ള അതേ നിലയിൽ തന്നെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ജീവിച്ചുകൊണ്ടിരുന്ന അതേ പുതിയ പ്രമോഷൻ അല്ല, പുതിയ ജീവിത നിലവാരത്തിലേക്കല്ല കൊണ്ടുവന്നത്. നിലവിലുള്ള ജീവിത നിലവാരം നിലനിർത്തിക്കൊണ്ടു പോകണമെങ്കിൽ നിലവിലുള്ള ശമ്പളം പോരാ, അതിന്റെ DA അടക്കമുള്ള കാര്യങ്ങൾ വർദ്ധിപ്പിച്ച്, ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിച്ച് അതുകൊണ്ടുവേണം. മാത്രമല്ല, വലിയ ഇൻഫ്ലേഷൻ ഉള്ള കാലമാണ്, വലിയ നാണ്യപ്പെരുപ്പമുള്ള കാലമാണ്. പണത്തിന്റെ വില, റുപ്പിയുടെ വില കുറയുന്ന ഒരു കാലഘട്ടത്തിൽ ശമ്പള പരിഷ്കരണത്തിന് വളരെ വലിയ പ്രസക്തിയുണ്ട്. അവിടെ ഗവൺമെന്റ് സീലിംഗ് വെച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും അത് മാറ്റേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ ഉള്ളൊരു പ്രധാനപ്പെട്ട സംഭവം ഈ സൊസൈറ്റിയിൽ നടക്കുന്ന അഴിമതിയാണ്. ഏകദേശം നമ്മുടെ അറിവിൽ 16.25 കോടി രൂപ അടിച്ചു മാറ്റി അവരെ മുഴുവൻ ഗവൺമെന്റ് സംരക്ഷിക്കുകയാണ്. അവരുമായി ബന്ധപ്പെട്ട CPM ബന്ധപ്പെട്ട ആളുകളാണ് അതിന്റെ, അല്ലെ,